എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ സൊസൈറ്റിയിലും ബിൽഡിംഗ് കോംപ്ലക്സിലും ഒക്കെ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? ഇന്ന് നമുക്ക് അങ്ങനെ ഒരു പറ്റം കുട്ടികളുടെ സംസാരം ശ്രദ്ധിച്ചാലോ? അപ്പോൾ ഒരു കോംപ്ലക്സിൽ കുറച്ച് കുട്ടികൾ കളിക്കുകയാണ് വൈകുന്നേരത്ത് കേട്ടോ. അവിടെ വേറൊരു കുട്ടി വന്നിട്ട് പറയാണ്, ഹായ് മീ അമേ. മീ പറഞ്ഞാൽ ഞാൻ, ഹായ് ഞാൻ അമേ. മീ ഇഥേ നവീൻ ആഹേ. ആ കുട്ടി എന്താ പറയുന്നത്? മീ ഇഥേ നവീൻ ആഹേ. മീ ഞാൻ, ഇഥേ ഇവിടെ, നവീൻ പുതിയത്, നവീൻ ആഹേ പുതിയതാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി പറയാണ്, ഞാൻ ഈ ബിൽഡിങ്ങിൽ പുതിയതായിട്ട് വന്നതാണ്. മീ ഇഥേ നവീൻ ആഹേ, ഞാനിവിടെ പുതിയതാണ്. അമ്മായി പിന്നെന്താ പറയണത്? 502 മധ്യേ രാഹത്തോ, 502 താമസിക്കുന്നു, രാഹത്തോ താമസിക്കുന്നു. 502 എന്ന് പറഞ്ഞാൽ 502, 502. ഓക്കെ, ഫ്ലാറ്റ് നമ്പർ 502 ഞാൻ താമസിക്കുന്നു. മീ പൺ ഖേളു, ഞാനും കളിക്കട്ടെ. മീ ഞാൻ, മീ പൺ ഞാനും, മീ പൺ ഖേളു ഞാനും കളിക്കട്ടെ. അപ്പോൾ വേറൊരു കുട്ടി കൈ കാണിച്ചിട്ട് പറയാണ്, ഹോ ഏനാ. ഹോ ശരി, ഓക്കെ, ഏന വാ. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാ വാക്കുകളും നമുക്ക് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. മറാഠി ആയാലും മലയാളം ആയാലും ഓരോരോ ശൈലികളുണ്ട് അല്ലേ, ഓരോ സ്റ്റൈലുണ്ട്. അപ്പോൾ എല്ലാം അങ്ങനെ ലിറ്ററലി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വാ എന്ന് പറഞ്ഞാൽ ഏ എന്നാണ് ശരിക്കും മറാഠിയിൽ. വാ എന്ന് പറയണതിന് ഏ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഏന എന്ന് പറഞ്ഞാൽ നമ്മൾ വാ വരൂ എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് അതൊരു മറാഠി വാക്കിൻ്റെ ഒരു ശൈലിയാണ്. അത് ഏന ജാന അങ്ങനെ പറയണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വാ എന്നാണ്. ഏന എന്ന് പറഞ്ഞാൽ വാ എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. ഓക്കെ. മീ കേദാർ. അപ്പോൾ ആ കൈ കാണിച്ചില്ലേ ആ കുട്ടിയില്ലേ, വാ നീയും വന്നോ എന്ന് പറഞ്ഞ ആ കുട്ടി പറയാണ്, മീ കേദാർ, ഞാൻ കേദാർ. അപ്പോൾ അവിടെ വേറൊരു കുട്ടി നിന്നത് ബോൾ എറിഞ്ഞിട്ട് പറയുക, ക്യാച്ച് ഇറ്റ്, സഹി. ക്യാച്ച് ഇറ്റ് പിടിക്കേ, സഹി എന്ന് പറഞ്ഞാൽ ഗുഡ്, നന്നായി. ഈ കുട്ടി ബോൾ ഇട്ട് കൊടുത്തപ്പോൾ അമ്മായി കറക്റ്റായിട്ട് അത് പിടിച്ചു. അതിന് ഈ കുട്ടി പറയാണ്, മസ്ത് ക്യാച്ച് ഹോത്ത. മസ്ത് എന്ന് പറഞ്ഞാൽ വളരെ നല്ലത്. മസ്ത് ക്യാച്ച്, വളരെ നല്ല ക്യാച്ച്. ഹോത്ത ആയിരുന്നു. ഇവിടെ ആഹേ എന്ന വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആഹേ എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ് അർത്ഥം. അതിന് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി ഹോത്ത എന്ന് വേണം പറയാൻ. മസ്ത് ക്യാച്ച് ഹോത്ത, വളരെ നല്ല ക്യാച്ച് ആയിരുന്നു. ഇനി ആ ക്യാച്ച് കൊടുത്ത കുട്ടി, ബോൾ ഇട്ട് കൊടുത്ത കുട്ടിയുടെ പേര് എന്തായിരുന്നു? മീ സാഹിൽ. ആ കുട്ടി പറയാണ്, മീ സാഹിൽ, ഞാൻ സാഹിൽ. അപ്പോൾ അപ്പുറത്ത് വേറൊരു കുട്ടി ചാടിക്കൊണ്ട് പറയാണ്, മീ രാഹുൽ, ഞാൻ രാഹുൽ. അവൻ പറയാണ്, മീ 504 മധ്യേ രാഹത്തോ, ഞാൻ 504 താമസിക്കുന്നു. ഓക്കെ, അപ്പോൾ മീ ഞാൻ, 504 504, 504 മധ്യേ 504 രാഹത്തോ താമസിക്കുന്നു. ഈ കോൺവെർസേഷനിൽ നമ്മൾ 2 നമ്പേഴ്സ് നോക്കി, 502 504. 100 എന്നതിന് മറാഠിയിൽ ശംഭർ എന്നാണ് പറയുക. ഇനിയിപ്പോൾ നമ്മൾ 500 400 അല്ലെങ്കിൽ 100 എന്ന് നമ്മൾ പറയില്ലേ 100ലും കൂടുതലിന്, അതിന് മറാഠിയിൽ ഷേ എന്ന വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ 502 എന്നുള്ളതിന് മറാഠിയിൽ എന്താ പറയുക? 502. അപ്പോൾ അതിൽ 500-ലെ 5-ന് 5, 500 എന്നതിന് ഷേ, 2 എന്നതിന് 2. അതുപോലെ 504 എന്ന് പറയുമ്പോൾ 5 ഷേ എന്ന് പറഞ്ഞാൽ 500, 4 4, 504. അതുപോലെ 301 എന്നെങ്ങനെയാണ് പറയുക? 3 എന്നതിന് 3 എന്നാണ് പറയുക. 301 എന്നാണ് മറാഠിയിൽ 301 പറയുക. അപ്പോൾ 100 എന്നത് വരാൻ വേണ്ടി ഷേ എന്ന് പറയണം. പിന്നെ ലാസ്റ്റിൽ 1 എന്ന് പറയാൻ ഏക്ക് എന്ന് പറയണം. അപ്പോൾ 301, 3 301. അപ്പോൾ 301. ഓക്കെ. ഇതിന് മുമ്പൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, 1 തൊട്ട് 50 വരെ മറാഠിയിൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇനി അടുത്തൊരു കുട്ടി, നല്ല ചുരുണ്ട മുടിയുള്ള ഒരു കുട്ടി ഓടി വന്നിട്ട് പറയാണ്, മീ അഭയ്, ഞാൻ അഭയ്. അഭയ് എന്താ പറയണത്? സഹി ക്യാച്ച് ഘെത്ലാസ് രേതു. സഹി വളരെ നല്ല, ക്യാച്ച്
സഹി ക്യാച്ച്, വളരെ നല്ല ക്യാച്ച്. ഘേത്ലാസ് രേ തൂ, തൂ നീ. ഘേത്ല എടുത്തു. ഘേത്ലാസ് രേ അതൊരു ശൈലിയാണ് മറാഠി ഭാഷയിൽ. ഓക്കെ, നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ പറയുമ്പോഴൊക്കെ രേ എന്നുള്ള വാക്ക് വളരെ കോമൺ ആയിട്ട് ഒരു ശൈലിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കും. സഹി ക്യാച്ച് ഘേത്ലാസ് രേ തൂ, വളരെ നല്ല ക്യാച്ച് എടുത്തുല്ലോ നീയ് എന്നാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ അവൻ കേദാറിനെ കളിയാക്കിക്കൊണ്ട് പറയാണ്, നാഹിത്തർ ഹാ കേദാർ. നാഹിത്തർ അല്ലെങ്കിൽ ഹാ ഇത് ഇവൻ, ഹാ കേദാർ ഈ കേദാർ. നാഹിത്തർ ഹാ കേദാർ അല്ലെങ്കിൽ ഈ കേദാർ. എന്താണ്? നുസ്ത കോംബ്ഡി പക്കടത്തസ്തോ. എന്താണ് ഇവൻ പറയണത് കേദാറിനെ കുറിച്ചിട്ട്? വെറും കോഴിയെ പിടിക്കലാണ് എന്നാണ് പറയണത്. നുസ്ത വെറും, കോംബ്ഡി കോഴി, പക്കടിനെ പിടിക്കുക, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പക്കടത്തസ്തോ പിടിക്കലാണ്. എന്താണ് പറയണത്? അമ്മ നല്ലപോലെ ക്യാച്ച് എടുത്തു, പക്ഷേ കേദാർ ബോൾ പിടിക്കണത് കോഴിയെ പിടിക്കണ പോലെയാണ് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അവൻ ഓടുകയാണ്. നുസ്ത കോംബ്ഡി പക്കടത്തസ്തോ, വെറും കോഴിയെ പിടിക്കലാണ് എന്നാണ് അവൻ പറയുന്നത്. അപ്പം നമ്മളൊരു പുതിയ വാക്ക് പഠിച്ചു, കോംബ്ഡി. കോംബ്ഡി എന്ന് പറഞ്ഞാൽ കോഴി. അത് കേട്ട് കേദാർ ചൂടായി. കേദാർ എന്താ പറയണേ? ഏയ് കോംബ്ഡിക്കായ്. കേദാർ എന്താ പറയണത്? ഏയ് എന്ത് കോഴി? നുസ്ത സച്ചിൻ ടെണ്ടുൽക്കർ സമസ്തോ സ്വതഹാല. ഇത് ആ കുട്ടി പറയണതിൻ്റെ മലയാള അർത്ഥം എന്താണെന്ന് വെച്ചാൽ, സ്വയം സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്നാണ് വിചാരം. ഓ പിന്നെ കളിയാക്കാൻ വന്നേക്കണു, സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്നാണല്ലോ അവൻ്റെ വിചാരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇത് മലയാളത്തിൽ പറയുന്ന ഒരു ശൈലിയാണ്. അതേപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നുസ്ത സച്ചിൻ ടെണ്ടുൽക്കർ സമസ്തോ സ്വതഹാല എന്നുള്ളത് മറാഠി ഭാഷയിൽ സംസാരിക്കുമ്പോൾ വരുന്ന ഒരു ശൈലിയാണ് അത്. ഓക്കെ, വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ നുസ്ത എന്ന് പറഞ്ഞാൽ, നുസ്ത എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ വെറും എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു അർത്ഥത്തിലല്ല, അതൊരു കൊളോക്കിയൽ സ്റ്റൈലാണ് അത്. സച്ചിൻ ടെണ്ടുൽക്കർ സമസ്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കുന്നു എന്നാണ് അർത്ഥം. സ്വതഹാല എന്ന് പറഞ്ഞാൽ സ്വയത്തിനെ, അവനവനെ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അവിടെ സൊസൈറ്റിയുടെ വാച്ച്മാൻ വന്നു. ഇവരുടെ ഈ കളി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയാക്കലും ഓടലും പിടിക്കലും ഒക്കെ കണ്ടിട്ട് വാച്ച്മാൻ വന്നിട്ട് ചോദിക്കുകയാണ്, അരേ കായ് മസ്തി കർത്തായ്. അരേ, അത് എഗെയിൻ അതൊരു സാധാരണ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. അരേ കായ്, കായ് എന്ത്, മസ്തി വികൃതി. മസ്തി എന്ന് പറഞ്ഞാൽ വികൃതി. കർത്തായ് ചെയ്യുകയാണ്. എന്ത് വികൃതിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതിന് അരേ കായ് മസ്തി കർത്തായ്, എന്താണ് ഈ വികൃതി കാണിക്കുന്നത്, എന്ത് വികൃതി ചെയ്യുകയാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വാച്ച്മാൻ വന്ന് ഒച്ച വെച്ചപ്പോൾ ടീം ക്യാപ്റ്റൻ ഓടി വന്നു. ടീം ക്യാപ്റ്റൻ്റെ പേര് അങ്കിത് എന്നാണ്. അപ്പോൾ ടീം ക്യാപ്റ്റൻ അമ്മയ് ആ പുതിയ കുട്ടിയോട് പറയാണ്, ഹായ് അമ്മയ്, മീ അങ്കിത്. ഹായ് അമ്മയ്, ഞാൻ അങ്കിത്. ആ കുട്ടി സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മീ ടീം ക്യാപ്റ്റൻ ആഹേ, ഞാൻ ടീം ക്യാപ്റ്റനാണ്. ആംഹി റോസ് സന്ധ്യാകാളി ഇഥേ ഖേളുത്തോ. ആംഹി ഞങ്ങൾ, നമ്മൾ നേരത്തെ പഠിച്ച വാക്കുകളാണ് ഇതെല്ലാം. റോസ് എന്നും, സന്ധ്യാകാളി വൈകുന്നേരം, ഇഥേ ഇവിടെ, ഖേളുത്തോ കളിക്കും, കളിക്കാറുണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഖേളനെ കളിക്കുക, ഖേളുത്തോ കളിക്കും, കളിക്കാറുണ്ട്. ആംഹി റോസ് സന്ധ്യാകാളി ഇഥേ ഖേളുത്തോ, ഞങ്ങൾ എന്നും വൈകുന്നേരം ഇവിടെ കളിക്കും. ഈ വാക്കുകളെല്ലാം നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പലപ്പോഴായി പഠിച്ചതാണ്. ഓക്കെ, ടീം ക്യാപ്റ്റൻ എന്താ പറയണേ? തൂപ്പൺ ഏത്ത് ജാ. അമ്മേനോട് പറയാണ്, നീയും വാ, ഞങ്ങൾ എന്നും കളിക്കാറുണ്ട് ഇവിടെ വൈകിട്ട്, നീയും വാ. തൂപ്പൺ ഏത്ത് ജാ, തൂ നീ, തൂപ്പൺ നീയും, ഏത്ത് ജാ അതും ഒരു സ്റ്റൈലാണ്, ലാംഗ്വേജിൻ്റെ സംസാര സ്റ്റൈലാണ്. ഏത്ത് ഏണേ എന്ന് പറഞ്ഞാൽ വരിക എന്നാണ് അർത്ഥം. ജാ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ് അർത്ഥം. അപ്പോൾ വരിക പോവുക എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറില്ലല്ലോ. ഈ ഏത്ത് ജാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീയും വാ, വാ എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. തൂപ്പൺ ഏത്ത് ജാ, നീയും വാ. പിന്നെന്താ പറയണേ ടീം ക്യാപ്റ്റൻ അമ്മേനോട് പറയാണ്, ആജ് തൂ ഫീൽഡിംഗ് കർ. ആജ് ഇന്ന്, തൂ നീ, ഫീൽഡിംഗ് കർ, കർ ചെയ്യ്, കറിനെ ചെയ്യുക, കർ ചെയ്യ്, ഇന്ന് നീ ഫീൽഡിംഗ് ചെയ്യ്. ആജ് തൂ ഫീൽഡിംഗ് കർ. സാഹിൽ ചേണ്ടു ടാക്ക്. അപ്പോൾ ടീം ക്യാപ്റ്റൻ പറയാണ് സാഹിലിനോട്, സാഹിൽ ചേണ്ടു ടാക്ക്. ചേണ്ടു എന്ന് പറഞ്ഞാൽ ബോൾ എന്നാണ് അർത്ഥം. ടാക്ക് എന്ന് പറഞ്ഞാൽ ഇട്. സാഹിൽ ബോൾ ഇട് എന്ന് പറഞ്ഞാൽ സാഹിലിനോട് ബോളിംഗ് ചെയ്യാൻ പറയാണ്. കേദാർ ബാറ്റിംഗ് കർ. ടീം ക്യാപ്റ്റൻ പറയാണ്, കേദാർ നീ ബാറ്റിംഗ് ചെയ്യ്, കർ ചെയ്യ്. കേദാർ ബാറ്റിംഗ് കർ. സലാരെ സകളെ ഖേളൂയ.
ചല എന്ന് പറഞ്ഞാൽ നടക്ക് എന്നാണ് അർത്ഥം. ലിറ്ററൽ വേർഡ് അർത്ഥം നടക്ക് എന്നാണ്. ചല രേ സഗളെ, സഗളെ എല്ലാവരും, എല്ലാവരും നടക്ക്. ഖേളൂയ, ഖേളണേ കളിക്കുക, ഖേളൂയ കളിക്കാം. അപ്പോൾ എല്ലാവരും നടക്ക്, നമുക്ക് കളിക്കാം. ചലാരേ സഗളെ ഖേളൂയ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രമാത്രം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Until we see next time, happy living guys.